السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 180-ാമത്തെ പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അല്ലാഹു നമ്മുടെ ഈ ക്ലാസ് സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 180-ാം പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واذكروا إذ أنتم قليل مستضعفون في الأرض تخافون أن يتخطفكم الناس فآواكم وأيدكم بنصره ورزقكم من الطيبات لعلكم تشكرون. يا أيها الذين آمنوا لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون. واعلموا أنما أموالكم وأولادكم فتنة وأن الله عنده أجر عظيم. يا أيها الذين آمنوا إن تتقوا الله يجعل لكم فرقانا ويكفر عنكم سيئاتكم ويغفر لكم والله ذو الفضل العظيم. وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين. وإذا تتلى عليهم آياتنا قالوا قد سمعنا لو نشاء لقلنا مثل هذا إن هذا إلا أساطير الأولين. وإذ قالوا اللهم إن كان هذا هو الحق من عندك فأمطر علينا حجارة من السماء أو ائتنا بعذاب أليم. وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 8-ാമത്തെ അധ്യായം സൂറത്തുൽ അംഫാലിലെ 26 മുതൽ 33 വരെയുള്ള 8 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. പരിശുദ്ധ ഖുർആനിൽ 9-ാമത്തെ ജുസ്ഇലെ 180-ാമത്തെ പേജ്. സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ച് പല കാര്യങ്ങളും അല്ലാഹു നമ്മളെ ഓർമ്മിപ്പിച്ച വിഷയമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിന് തുടരുകയാണ്. സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്ത് അല്ലാഹു തആല ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യകാലം മക്കയിൽ മർദ്ദിതരായ, ദുർബലരായ, ചെറിയ ന്യൂനപക്ഷമായി കഴിഞ്ഞ കാലം, ആ കാലമൊക്കെ കഴിഞ്ഞുകൂടിയ ശേഷം മുഅ്മിനീങ്ങളായ ആളുകൾക്ക് മദീനയിലേക്ക് പോകാനും അവിടെ അഭയം നേടാനും അങ്ങനെ സ്വതന്ത്രമായ സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാനും ഒക്കെ സാധ്യമാക്കിയ അനുഗ്രഹം ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു തആല 26-ാമത്തെ ആയത്തിൽ ചെയ്യുന്നത്. മക്കയിൽ ആദ്യം മുസ്ലിങ്ങൾ ദുർബലരായിരുന്നു, അശരണരായിരുന്നു. പിന്നീടാണ് മദീനയിലേക്ക് പോകാൻ അവസരമുണ്ടായത്, അവിടെ അഭയം ലഭിച്ചത്. അങ്ങനെ അതിനുശേഷം ബദറിൽ വെച്ച് ശത്രുക്കൾക്കെതിരെ അവിസ്മരണീയമായ വിജയവും അവർ നേടി. ഒരുപാട് ഗനീമത്ത് സ്വത്തുക്കൾ അവർക്ക് ലഭിച്ചു. അവരുടെ ജീവിതം നല്ല നിലയിലായി. ഇതൊക്കെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങളാണ് എന്നും ഇതൊന്നും ഒരിക്കലും മറന്നു കളയരുത് എന്നും അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. നോക്കാം 26-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واذكروا إذ أنتم قليل مستضعفون في الأرض تخافون أن يتخطفكم الناس
فآواكم وأيدكم بنصره ورزقكم من الطيبات لعلكم تشكرون واذكروا നിങ്ങൾ ആലോചിക്കണേ നിങ്ങൾ ഓർക്കണേ ഇത് അന്തും നിങ്ങളായിരുന്ന സമയം സന്ദർഭം ഖലീലുൻ വളരെ കുറഞ്ഞ ആളുകൾ ന്യൂനപക്ഷമായിരുന്ന സന്ദർഭം മുസ്തദ്അഫൂന ഫിൽ അർളി ഭൂമിയിൽ ബലഹീനരായി ഗണിക്കപ്പെട്ടിരുന്ന സന്ദർഭം തഖാഫൂന നിങ്ങൾ പേടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അയ്യതഖത്തഫകുമുന്നാസ് ആളുകൾ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾ റാഞ്ചിക്കൊണ്ടുപോകുമോ എന്ന് അത്രയും പേടിയിലായിരുന്നു എപ്പോഴും അവരെന്തും ചെയ്യാം ഞങ്ങളെ റാഞ്ചാം ഞങ്ങളെ കൊല്ലാൻ വധിക്കാം എന്നൊക്കെ എപ്പോഴും പേടിച്ചുകൊണ്ടിരുന്ന തഖത്തഫ എന്നൊക്കെ പറഞ്ഞാൽ റാഞ്ചി കൊണ്ടുപോയി എന്നാണ് അപ്പോ തഖാഫൂന അയ്യതഖത്തഫകുമുന്നാസ് ആളുകൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കളായ ആളുകൾ നിങ്ങളെ എപ്പോഴും റാഞ്ചി കൊണ്ടുപോകുമോ എന്ന് നിങ്ങൾ പേടിച്ചിരുന്നു ഭൂമിയിൽ നിങ്ങൾ ബലഹീനരായി ഗണിക്കപ്പെട്ടിരുന്നു നിങ്ങൾ ന്യൂനപക്ഷമായിരുന്നു ആ ഒരു സന്ദർഭം നിങ്ങൾ ഓർക്കൂ അപ്പൊ എന്താണ് അല്ലാഹു തആല നിങ്ങൾക്ക് ചെയ്തത് എന്തിനെ അമത്താ ചെയ്തു തന്നത് ഫആവാക്കും അങ്ങനെ അവൻ നിങ്ങൾക്ക് അഭയം നൽകി എവിടെ മദീനയിൽ അഭയം നൽകി വഅയ്യദകും ബിനസ്രിഹി അവന്റെ സഹായം കൊണ്ട് നിങ്ങൾക്ക് അവൻ പിൻബലം നൽകുകയും ചെയ്തു നിങ്ങൾക്ക് അവൻ ശക്തി നൽകുകയും ചെയ്തു അയ്യത എന്ന് പറഞ്ഞാൽ പിൻബലം നൽകി ശക്തി നൽകി ബിനസ്രിഹി അള്ളാഹുവിന്റെ ശക്തി കൊണ്ട് അവൻ നിങ്ങൾക്ക് പിൻബലം നൽകി എന്ന് പറഞ്ഞാൽ ബദറിലൊക്കെ ഭയങ്കരമായ ജയം നേടിയല്ലോ അതൊക്കെയാണ് സൂചന വറസഖകും മിന ത്വയ്യിബാതി അല്ലാഹു തആല നിങ്ങൾക്ക് നല്ല ആഹാര സാധനങ്ങൾ ഭക്ഷണമായി നൽകി ഉപജീവനമായി നൽകി വറസഖകും അവൻ നിങ്ങൾക്ക് ഭക്ഷണമായി നൽകി ആഹാരമായി നൽകി ഉപജീവനമായി നൽകി മിന ത്വയ്യിബാതി നല്ല സംഗതികൾ എന്തിനു ലഅല്ലക്കും തഷ്കുറൂൻ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു എല്ലാം ചെയ്തു തന്നത് ഇനി അടുത്ത ആയത്തിലേക്ക് കടക്കാം 27ലേക്ക് അള്ളാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കരുത് എന്നാണ് ഇനി പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച അമാനത്തുകളും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം അമാനത്തുകളോടൊന്നും വഞ്ചനാപരമായ സമീപനം സ്വീകരിക്കരുത് ഈ ആയത്തിറങ്ങാൻ പ്രത്യേകമായ ഒരു പശ്ചാത്തലമുണ്ട് മഹാനായ സഹാബിയായിരുന്നു അബൂ ലുബാബത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു മഹാന്മാരെ മുഫസ്സിറുകളൊക്കെ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സഹാബി അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ബനൂ ഖുറൈള എന്ന ജൂതഗോത്രവുമായി നല്ല അടുപ്പത്തിലായിരുന്നു നല്ല സുഹൃബന്ധമുണ്ടായിരുന്നു ഈ ജൂതഗോത്രം അവർ വല്ലാതെ മുസ്ലിങ്ങൾക്കെതിരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെയും തിരിഞ്ഞപ്പോ അവരുടെ അതിക്രമവും വഞ്ചനയും ഓവറായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് അവരുടെ കോട്ട വളഞ്ഞു അവരെ ഉപരോധിച്ചു അവസാനം നിൽക്കക്കള്ളിയില്ലാതായപ്പോൾ അവർ ചർച്ചകൾക്ക് വഴങ്ങി അങ്ങനെ ചർച്ചകൾക്ക് ഒക്കെ നടത്തി അവസാനം മധ്യസ്ഥ തീരുമാനം അംഗീകരിച്ച് കീഴടങ്ങുന്നത് സംബന്ധിച്ച് അവരുമായി സംഭാഷണം നടത്താൻ അബൂ ലുബാബ എന്ന സഹാബിയെ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ് അവരുടെ മധ്യസ്ഥ തീരുമാനം അനുസരിച്ച് അവർ കീഴടങ്ങണം ആ കീഴടങ്ങുന്നത് സംബന്ധിച്ച് അവരുമായി സംഭാഷണം നടത്താനാണ് അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചത് എന്ത് പറഞ്ഞിട്ടാണ് അയച്ചതെന്നറിയോ അവരുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുക്കുന്ന ഏത് തീരുമാനം അത് എന്തായാലും നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് അവരുടെ ഭാഗത്ത് നിന്ന് അറിയേണ്ടത് അത് അന്വേഷിക്കാനാണ് അബൂ ലുബാബ എന്നവരെ പറഞ്ഞയച്ചത് റളിയല്ലാഹു അൻഹു ഏതായാലും അവരുടെ അടുത്ത് ചെന്നപ്പോ അബൂ ലുബാബ എന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു ഈ ബനൂ ഖുറൈളയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് സുഹൃത്ത് ബന്ധമുള്ള ആളാണ് എന്നുള്ള നിലക്ക് ഈ വിഷയം അവരോട് പറഞ്ഞപ്പോ ബനൂ ഖുറൈളക്കാർ അബൂ ലുബാബയോട് ചോദിച്ചത്രേ റളിയല്ലാഹു അൻഹു എന്നാൽ എന്തായിരിക്കും ആ തീരുമാനം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും സൂചനയുണ്ടോ ഇത്ര അവരോട് ചോദിക്കാൻ പറഞ്ഞിട്ടുള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുക്കുന്ന എന്ത് തീരുമാനം നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണോ ഇതാണ് ചോദിക്കേണ്ടത് ഇത് അവരെടുത്തു പോയി പറഞ്ഞപ്പോൾ അവർ ചോദിക്കുകയാണ് അബൂ ലുബാബയോട് തിരിച്ച് അവരുടെ അടുപ്പം പരിഗണിച്ച് ചോദിക്കുകയാണ് എന്നാലും എന്തായിരുന്നു തീരുമാനം നിങ്ങൾക്ക് അറിയോ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഏതായാലും അബൂ ലുബാബ റളിയല്ലാഹു അൻഹു വ്യക്തമായ ഒരു മറുപടി അവർക്ക് കൊടുത്തില്ല ഏതായാലും ബനൂ ഖുറൈളക്കാർ അനുകൂലമായ മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് ഇങ്ങനെ അവർ പറഞ്ഞപ്പോ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്നറിയോ കൈ കൊണ്ട് ഇങ്ങനെ കഴുത്തിലേക്ക് ആഞ്ഞം കാണിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ആഞ്ഞം കാണിച്ച് പറഞ്ഞിട്ടില്ല
കൈകൊണ്ട് ഇങ്ങനെ കഴുത്തിലേക്ക് ആദ്യം കാണിച്ചു. പറഞ്ഞാൽ അതിന്റെ സൂചന എന്താ? നിങ്ങളെ കൊല്ലാനായിരിക്കും വിധി ഉണ്ടാവുക എന്നാണ് അതിന്റെ സൂചന. ബനൂ ഖുറൈദക്കാർക്ക് ഇത് കാര്യം മനസ്സിലായി. ഇവിടെ സത്യത്തിൽ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായി എന്ത് തീരുമാനവും അംഗീകരിക്കുമോ എന്ന് മാത്രം ചോദിച്ച് അംഗീകരിക്കാമെന്ന് മറുപടി വാങ്ങി വരികയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. പക്ഷെ അവർ എന്ത് തീരുമാനം അംഗീകരിക്കുമെന്ന് പറഞ്ഞ ഉടനെ അവരോടുള്ള സോഫ്റ്റ് കോർണർ അല്ലെങ്കിൽ അവരോടുള്ള ബന്ധം പരിഗണിച്ച് മഹാനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കൈ കഴുത്തിൽ വെച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ബനൂ ഖുറൈദക്ക് കാര്യം മനസ്സിലാവുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. അബൂ ലുബാബ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട കുറെ സ്വത്തുക്കളും സമ്പത്തുക്കളും മക്കളും ഒക്കെ അവരുടെ കൂടെയുണ്ട് എന്ന ചിന്തയാണ് ഇങ്ങനെ ഒരു ആംഗ്യം കാണിക്കാൻ മഹാനവറുകൾ പ്രേരിപ്പിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് 27ഉം 28ഉം ആയത്തുകൾ അവതരിച്ചത്. അല്ലാഹു തആല ഈ കാര്യം ഈ ആയത്തുകളിലൂടെ വ്യക്തമായി പറഞ്ഞപ്പോൾ മഹാനവറുകൾക്ക് താൻ ചെയ്ത തെറ്റ് ബോധ്യമായി. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു താൻ ചെയ്ത തെറ്റിന്റെ ഗൗരവം ബോധ്യമായി. ഞാൻ എന്താ ചെയ്തത്? അള്ളാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കുകയാണല്ലോ ഞാൻ ചെയ്തത്. മുസ്ലിമീങ്ങളുടെ ഒരു തീരുമാനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനം അവർക്ക് ചോർത്തി കൊടുക്കുകയാണ് ചെയ്തത്. ഇത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. തെറ്റിന്റെ ഗൗരവം ബോധ്യപ്പെട്ടു. വല്ലാത്ത കുറ്റബോധമുണ്ടായി. അദ്ദേഹം തീരുമാനിച്ചു, ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടായിട്ട് മതി എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യും. ഞാൻ ഇനി ഒന്നും കഴിക്കില്ല. ഈ ഒരു വിഷയത്തിൽ തീരുമാനം ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൗബ സ്വീകരിക്കുന്നത്. അദ്ദേഹം പശ്ചാത്തലിച്ച് മടങ്ങുകയാണ്. വല്ലാത്ത കുറ്റബോധത്തോടുകൂടി മഹാനവറുകൾ മദീന പള്ളിയിലേക്ക് വരികയാണ്. അദ്ദേഹം തീർത്തു പറഞ്ഞു, ഒന്നുകിൽ ഞാൻ മരിക്കണം, അല്ലെങ്കിൽ എന്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കണം. അതുവരെ ഞാൻ ഒന്നും കഴിക്കുകയില്ല, കുടിക്കുകയില്ല എന്ന് അദ്ദേഹം സത്യം ചെയ്തു. അങ്ങനെ പള്ളിയിൽ വന്ന് ഒരു തൂണിന്മേൽ സ്വയം കെട്ടിയിടുകയും ചെയ്തു. മൂപ്പർ തന്നെ കെട്ടിയിട്ട് പള്ളിയിൽ ഒരു തൂണിന്മേൽ സത്യം ചെയ്യുകയും ചെയ്തു, ഒന്നെങ്കിൽ ഞാൻ മരിക്കണം, അല്ലെങ്കിൽ തോന്നില്ല. ഏതായാലും 7 അല്ലെങ്കിൽ 9 ദിവസമൊക്കെ കഴിഞ്ഞു. അദ്ദേഹം ഒന്നും കുടിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല. അവസാനം പരവശനായി ബോധം കെട്ട് വീഴുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിച്ചു. അത്രയും ഖേദമുണ്ട് അദ്ദേഹത്തിന്. മനസ്സറിഞ്ഞ് തൗബ ചെയ്യുകയാണ്. ആ തൗബ സ്വീകരിച്ച വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ അറിയിച്ചപ്പോ ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയും അനുമോദനങ്ങൾ അറിയിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ ആ കെട്ടിൽ നിന്നും അഴിച്ചുവിടാൻ ആളുകൾ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അഴിക്കരുത്, നിങ്ങൾ എന്റെ കെട്ടഴിക്കരുത്. അദ്ദേഹം സത്യം ചെയ്തു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ മറ്റാരും എന്റെ കെട്ടഴിക്കാൻ പാടില്ല. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയും അദ്ദേഹത്തിന്റെ കെട്ടഴിക്കുകയും ചെയ്തു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനവറുകൾ പറഞ്ഞു, എന്റെ എല്ലാ സമ്പത്തും നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അങ്ങേക്ക് വേണ്ടി, ദീനിനു വേണ്ടി സമർപ്പിക്കാൻ, അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, വേണ്ട, മുഴുവൻ വേണ്ട, 1/3 മാത്രം താങ്കൾ സദഖ ചെയ്താൽ മതി. ഇതാണ് സംഭവം. ഏതായാലും അവതരണത്തിന്റെ കാരണം എന്തായാലും ഈ ആയത്തുകളിലെ കൽപ്പന എല്ലാവർക്കും ബാധകമാണ്. അള്ളാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കരുത്, അമാനാത്തുകൾ വഞ്ചിക്കരുത്. നമുക്ക് ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനു അല്ലാഹ വറസൂല വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തഖൂനു അല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ വഞ്ചിക്കരുത്, വറസൂല, അവന്റെ റസൂലിനെയും വഞ്ചിക്കരുത്, വതഖൂനു അമാനാതികും, നിങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടതും നിങ്ങൾ വഞ്ചിക്കരുത്, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകളിലും നിങ്ങൾ വഞ്ചന കാണിക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരിക്കെ. സത്യവിശ്വാസികളെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വഞ്ചന കാണിക്കരുത്, അള്ളാഹുവിനോടും റസൂലിനോടും. അതേപോലെ തന്നെ നിങ്ങൾ അമാനാത്തുകളിൽ വഞ്ചന കാണിക്കരുത്. ഇത് ഗുരുതരമായ തെറ്റാണ്. കബളിപ്പിക്കുക, ചതിക്കുക, വഞ്ചിക്കുക ഗുരുതരമായ തെറ്റാണ്. അതറിഞ്ഞുകൊണ്ട് ദീനിന് ഹാനികരമാവുന്ന കാര്യങ്ങൾ സത്യനിഷേധികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക, ഒറ്റുകൊടുക്കുക, പരിശുദ്ധ ദീനിനെ ഒറ്റുകൊടുക്കുക, ഇതൊക്കെ അള്ളാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കുക എന്നപ്പെടും.
അതുപോലെ തന്നെ അള്ളാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ നിർദ്ദേശത്തിനും താല്പര്യത്തിനും എതിരായി പ്രവർത്തിക്കുക എന്ന് മൊത്തത്തിൽ നമുക്ക് പറയാം. അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ ലംഘിക്കുന്ന എല്ലാ പ്രവൃത്തികളും അവരെ വഞ്ചിക്കലാണ് എന്ന് പറയാമെങ്കിലും അത് രഹസ്യമായോ ഉപായ രൂപേണയോ ഒക്കെ ആണെങ്കിൽ അതിന്റെ ഗൗരവം കൂടുമെന്ന് പറയേണ്ടതില്ലല്ലോ. അമാനാത്തിക്കും അമാനാത്തുകളെയും നിങ്ങൾ വഞ്ചിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അത് വിശാലമാണ്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഭാഗത്തു നിന്നോ മനുഷ്യരുടെ ഭാഗത്തു നിന്നോ നമ്മളെ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ കൃത്രിമം കാണിക്കരുത്, വഞ്ചന കാണിക്കരുത്. അങ്ങനെ കാണിച്ചാൽ അത് ആ അമാനത്തിനോട് ചെയ്യുന്ന വഞ്ചനയാണ്. നമ്മുടെ മക്കൾ നമ്മളെ അടുത്ത് ഏൽപ്പിക്കപ്പെട്ട അമാനത്താണ്. അവരെ നല്ല നിലയ്ക്ക് വളർത്തി കൊടുക്കണം, വളർത്തി കൊണ്ടുവരണം, ദീന് പഠിപ്പിച്ചു കൊടുക്കണം. മറ്റുള്ളവർ ഏൽപ്പിച്ച സംഗതികൾ പൈസ ഏൽപ്പിച്ചത് അമാനത്താണ്. നമ്മുടെ ഈമാൻ അള്ളാഹു നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച അമാനത്താണ്. അത് വിശ്വസിക്കുക, അത് കളഞ്ഞു വിളിക്കാൻ പാടില്ല. ഇങ്ങനെ വളരെ വിശാലമായ അർത്ഥമാണ് അമാനത്ത് എന്നതിനുള്ളത്. ഒരുപാട് വിശദീകരിക്കാൻ വിഷയമാണ് ചുരുക്കി പറയുക. അള്ളാഹു റസൂലോ നമ്മളെ ഏൽപ്പിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് അമാനത്താണ്. മനുഷ്യരോ മറ്റോ നമ്മളെ എന്തെല്ലാം ഏൽപ്പിച്ച വിഷയങ്ങളുണ്ടോ അത് അമാനത്താണ്. ഒരു സംഘടനയുടെ ഒരു കൂട്ടായ്മയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ, അത് അവർക്ക് ഏൽപ്പിക്കപ്പെട്ട അമാനത്താണ്. ആ സ്ഥാനം അവർ നിഷ്പക്ഷ ബുദ്ധിയാ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ട ആളുകളാണ്. ഒരുപാട് വിശദീകരിക്കാം. ശരിയായ രൂപത്തിൽ മതവിധി കൊടുക്കാതിരിക്കുക, അവസരത്തിനനുസരിച്ച് മതവിധികൾ മാറ്റി പറയുക, ഫത്വ കൊടുക്കുക, സക്കാത്തിന്റെ കടമകൾ ഒഴിവാകാൻ വേണ്ടി ധനം കൃത്രിമമായി കൈമാറ്റം ചെയ്യുക, ആരും കാണുന്നില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, മറ്റുള്ളവരുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് നഷ്ടം വരുത്തുന്ന ഇടപാടുകൾ ചെയ്യുക, അമാനത്തുകൾ പൂഴ്ത്തിവെക്കുക, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ പുറത്തു പറയുക, മുസ്ലിമീങ്ങളുടെ രഹസ്യങ്ങൾ ശത്രുക്കൾ അറിയിക്കുക, ഒറ്റുകൊടുക്കുക, ഇതൊക്കെ ഈ പറയപ്പെട്ട വഞ്ചന ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ പെടും. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു ഹദീസിലുണ്ട്, ഒരാൾ ഇങ്ങനെ സംസാരിക്കാന്ന് കൂട്ടിക്കോളൂ, ഒരാൾ ഇങ്ങനെ സംസാരിക്കാണ്, ആ സംസാരിക്കുന്നത് വേറെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് അയാൾ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അയാൾക്കൊരു സംശയം, പക്ഷേ ഞാൻ ഈ പറഞ്ഞു വേറെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ, അപ്പൊ അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ഒരാൾ ചെയ്യുന്നുവെങ്കിൽ അയാൾ ആ പറയുന്നത് അമാനത്താണ്. അത് പിന്നെ നമ്മൾ പരസ്യമാക്കരുത്. ഹദീസുകളിൽ ആവശ്യമില്ല. മനസ്സിലായപ്പോ നമ്മളിങ്ങനെ ഭാഗത്ത് നടന്നു പോകണം. അപ്പൊ ഒരാൾ അപ്പുറത്ത് ഇങ്ങനെ സംസാരിക്കുന്നു, അയാളാണെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, കുറച്ചുകൂടി ഞാൻ ഈ പറയുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടോ. അപ്പൊ നമ്മളത് അവിചാരിതമായി കേട്ടു നോക്കുക. ആ കേട്ടത് പോലും വേറൊരു പറയരുത്, അത് അമാനത്താണ്. കാരണം അയാള് മറ്റാൾ കേൾക്കരുത് താല്പര്യപ്പെടുന്ന വിഷയമാണത്. എത്രമാത്രം സൂക്ഷ്മമാണല്ലേ. കപടവിശ്വാസികളുടെ ലക്ഷണമാണത് എന്നാണ്. വഞ്ചന നടത്തുക, കളവ് പറയുക, വാഗ്ദത്തം ലംഘിക്കുക, വിശ്വസിച്ചാൽ ചതിക്കുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആണ് 28-ാമത്തെ ആയത്തിലേക്ക് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ അനിഷ്ടകരമായ സംഭവം അബൂലുബാബ റളിയല്ലാഹു അൻഹു ചെയ്തത് തന്റെ മക്കളിൽ പലരും, അതേപോലെ തന്നെ തന്റെ സമ്പാദ്യങ്ങളിൽ പലതും ആ ബനൂ ഖുറൈള എന്ന ജൂതഗോത്രത്തിന്റെ അടുത്തുണ്ട് എന്നതുകൊണ്ടാണ്. പിന്നെ അള്ളാഹു തആല പറയുന്നത് എന്താ? നിങ്ങൾ ആ സമ്പത്തും മക്കളൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ തെറ്റ് ചെയ്തതെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം സമ്പത്തും മക്കളും എന്നത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. ആ സമ്പത്തും മക്കളും കാരണം നിങ്ങൾ എന്താണ് നിങ്ങളുടെ നിലപാട്? ഇപ്പൊ ഇവിടെ അബൂലുബാബ റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ സമ്പത്തും മക്കളും ഒക്കെ ഉദ്ദേശിച്ച് നിങ്ങൾ ഇത്തരം തെറ്റുകൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങളാണ്. അള്ളാഹുവിന്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഈ മക്കളും സമ്പത്തും നിങ്ങൾക്ക് തടസ്സമാവരുത്. അതിനേക്കാൾ വലിയ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കലാണുള്ളത്. സമ്പത്തും മക്കളും ഒക്കെ ദുനിയാവിന്റെ അലങ്കാരങ്ങളും പരീക്ഷണങ്ങളുമാണ്. ഇതാണ് അള്ളാഹു പറ്റി പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅലമൂ അന്നമാ അംവാലുകും വഔലാദുകും ഫിത്നത്തുൻ വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അദീം. വഅലമൂ, നിങ്ങൾ മനസ്സിലാക്കണം, അന്നമാ അംവാലുക്കും, നിശ്ചയമായി നിങ്ങളുടെ മുതലുകൾ, വൗലാദുക്കും, നിങ്ങളുടെ സന്താനങ്ങളും, ഫിത്നത്തുൻ, അത് പരീക്ഷണമാണ്. അത് പരീക്ഷണമാണ്, നിങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി തന്നതാണത്. ഇത്തരം അവസരങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാൻ അതിലേറെ വലിയ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അദീം. വഅന്നല്ലാഹ, നിശ്ചയമായി അല്ലാഹു തആല, ഇൻദഹു, അവന്റെ അടുക്കലുണ്ട്, അജ്റുൻ അദീം, വലിയ പ്രതിഫലങ്ങളുണ്ട്. അതാണ് നിങ്ങൾ കാക്ഷിക്കേണ്ടത്. ദുന്യവിയായ താല്പര്യങ്ങൾക്ക് വേണ്ടി സമ്പത്തിന്റെ പിറകെ മക്കളെ പിന്നാലെ പോകരുത്.
അള്ളാഹു തആല മനുഷ്യന് നൽകിയ വലിയ രണ്ട് അനുഗ്രഹങ്ങളാണ് സ്വത്തും മക്കളുമൊക്കെ. രണ്ടിനോടുമുള്ള ബാധ്യതകൾ ശരിക്കും പാലിക്കുകയാണെങ്കിൽ ഇഹത്തിൽ മാത്രമല്ല പരലോകത്തും അത് ഉപകാരത്തിൽപ്പെടും എന്നതിൽ സംശയമില്ല. ഇന്നിപ്പോ കാര്യങ്ങളൊക്കെ ആകെ മാറി മറിഞ്ഞിട്ടുണ്ടല്ലേ. ഈ രണ്ട് കാര്യങ്ങളുടെ പേരിലാണ് ഒരുവിധം അതിക്രമങ്ങളൊക്കെ നടക്കുന്നത്, തെറ്റുകൾ നടക്കുന്നത്. സ്വന്തം മക്കൾ കാരണം, അല്ലെങ്കിൽ സ്വത്ത് കാരണം. ഇതൊന്നും പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇത് രണ്ടും മുഅ്മിനീങ്ങളായ ആളുകൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തില്ലെങ്കിൽ രണ്ട് ലോകത്തും നേട്ടത്തെക്കാൾ കോട്ടമാണ് സംഭവിക്കുക. നിങ്ങളുടെ ഈ രണ്ട് അനുഗ്രഹങ്ങളും വേണ്ടതുപോലെ കൈകാര്യം ചെയ്താൽ, വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ദുനിയാവിലും ആഖിറത്തും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവാം, ആഖിറത്തിൽ നിങ്ങൾ ജയിക്കാം. അതേസമയം ഇത് ദുരുപയോഗപ്പെടുത്തി സ്വയം നാശത്തിന് നിങ്ങൾ വഴിവെക്കരുത് എന്നുകൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും ഒരു പരീക്ഷണം തന്നെയാണ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. അത് രണ്ടും ഈ മക്കൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും ഉണ്ടാകുന്ന ഐഹികമായ നേട്ടങ്ങളെക്കാൾ അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലമാണ് നിങ്ങൾ കാക്ഷിക്കേണ്ടത് എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് പോലെ മനുഷ്യരും മക്കളോടും ജനത്തോടുമുള്ള സ്നേഹം കാരണം ഉണ്ടായേക്കാവുന്ന വിഷമങ്ങൾ ബുദ്ധിയുള്ള മനുഷ്യൻ സൂക്ഷിച്ചേ പറ്റും. ഇതാണ് അള്ളാഹു നടത്തുന്നത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് ഇത് രണ്ടും തടയാൻ പാടില്ല. മനുഷ്യൻ ഭൗതികതയോടാക്കാനും പാടില്ല. ഇതാണ് ഇവിടെയുള്ള ഉദ്ദേശം എന്ന് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു. സൂറത്തുൽ മുനാഫിഖീൻ അല്ലാഹു വിഷയം പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. പല ഹറാമുകൾക്കും പലരെയും പ്രേരിപ്പിക്കുന്നത് സ്വന്തം മക്കളോ ഭാര്യയോ വീട്ടുകാരോ അല്ലെങ്കിൽ സ്വന്തം സമ്പത്തോ ഒക്കെയാണ്. എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് കാശ് കിട്ടണം, കല്യാണമായാലും മറ്റു പരിപാടികളായാലും അതൊക്കെ ആഡംബരത്തോടെ നടക്കണം, ആളുകളെ ഞെട്ടിക്കണം, പലിശയോ മറ്റോ വാങ്ങിയിട്ടാണെങ്കിൽ പോലും ഞങ്ങൾക്ക് കാശ് കിട്ടണം എന്ന ഭാര്യമാരുടെയോ മക്കളുടെയോ കുടുംബത്തിൽ ആരുടെയെങ്കിലും വാശിയാണ് പലരെയും തെറ്റിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത്. പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഒന്നുമില്ലെങ്കിലും വേണ്ടില്ല, ഹറാമ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരരുത് എന്നാണ് കുടുംബനാഥനോട് അന്നത്തെ ആളുകൾ പറയാറുണ്ടായിരുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. ഇനി നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുന്നു. നിങ്ങളുടെ കഴിവനുസരിച്ച് അറിവനുസരിച്ച് പ്രവർത്തിച്ച് അള്ളാഹുവിന്റെ കോപവും ശിക്ഷയും വരാതിരിക്കുന്നത് സൂക്ഷിച്ച് ജീവിച്ചാൽ സത്യവും അസത്യവും തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് അള്ളാഹു തആല തരും എന്നാണ് ഇനി പറയുന്നത്. സത്യവും അസത്യവും വേർതിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളെ തെറ്റുകൾ അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരും. 29-ാമത്തെ ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന വയുകഫിറു അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇൻ തത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ, യജ്അൽ ലക്കും ഫുർഖാന, സത്യവും അസത്യവും വിവേചിച്ചറിയാനുള്ള ശക്തി അവൻ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും, അതിന്റെ ശേഷി നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യാസത്യങ്ങൾ വിവേചിച്ചറിയാനുള്ള ശേഷി. അതേപോലെ തന്നെ വയുകഫിറു അൻകും സയ്യിആതികും, നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ അവൻ നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. വയഗ്ഫിർ ലക്കും, പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യും, പുറത്തു തരികയും ചെയ്യും. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അല്ലാഹു വലിയ ഔദാര്യമുള്ള ആളാണ്. അറിഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ അല്ലാഹു തആല അവന് കൊടുക്കും. അങ്ങനെ പുതിയ അറിവുകൾ കൊടുക്കുമ്പോൾ നേരും അല്ലാത്തതും സത്യവും അല്ലാത്തതും തിരിച്ചറിയുന്ന കഴിവും അവനുണ്ടാവും. 30-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹം ഓർമ്മിപ്പിക്കുകയാണ് അടുത്ത ആയത്ത്. അതായത് ഖുറൈശികളുടെ ഒരു ഗൂഢാലോചനയെ തുടർന്നാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന ഹിജ്റ ഉണ്ടാവുന്നത്. ആ സംഭവമാണ് ഇനിയുള്ള ആയത്തിൽ പരാമർശിക്കുന്നത്. മദീനയിലേക്ക് ഹിജ്റ ചെയ്യുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ശത്രുക്കൾ ഒരു ഗൂഢാലോചന നടത്തിയിരുന്നു. ഒരുപാട് റിവായത്തുകളിലൂടെ ഹദീസിന്റെ കിതാബുകളിൽ ആ സംഭവം രേഖപ്പെട്ട് കിടക്കുന്നു. എന്താണ് ആ സംഭവം എന്ന് ചുരുക്കം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിലായിരുന്നല്ലോ അവിടുന്ന് വളർന്നിരുന്നത്. വലിയ താങ്ങും തണലുമായിരുന്നു മഹാനവർ. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ആരെയും ഒന്നും ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല. പക്ഷേ മഹാനായ അബൂ ത്വാലിബ് എന്നവർ മരണപ്പെട്ടപ്പോ ശത്രുക്കൾ രംഗത്ത് വരാൻ തുടങ്ങി. എന്തും ചെയ്യാൻ മടിക്കാതെ അവർ എന്ത് അതിക്രമങ്ങളും അവർ അഴിച്ചുവിടാൻ തുടങ്ങി. ആ ഇടയായി മദീനയിൽ നിന്ന് കുറച്ചാളുകൾ ഹജ്ജിന് വന്നിരുന്നു മക്കയിലേക്ക്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുകയും മദീനയിൽ ഞങ്ങൾ ഇസ്ലാം പ്രചരിപ്പിക്കുമെന്ന് അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്യുകയും അവിടെ നിങ്ങൾ മുസ്ലിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിങ്ങളെ സഹായിക്കാം എന്ന് ബൈഅത്ത് ചെയ്ത് പ്രതിജ്ഞ തിരിച്ചു പോയിരുന്നു അവർ. അങ്ങനെയാണ് അവർ ചെന്നതിന് ശേഷം മദീനയിൽ ഇസ്ലാം പ്രചരിച്ചുകൊണ്ടിരുന്നതും മുസ്ലിമുകൾ ക്രമേണ മദീനയിലേക്ക് ചെന്ന് അഭയം തേടി തുടങ്ങിയത്. ഇത് ഖുറൈശികളെ കൂടുതൽ പ്രകോപിതരാക്കി, ക്ഷുഭിതരാക്കി. കാരണം മുസ്ലിമുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവാണ്. അവിടെ അവർ സ്വൈരമായി കഴിയാൻ അവർക്ക് അവസരം ഉണ്ടാവുകയാണ്. മദീനയിലെ മുസ്ലിങ്ങൾ അവരെ സംരക്ഷിക്കുകയാണ്. ഇത് ഇവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മക്കയിലെ മുസ്ലിങ്ങൾ സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ ആലോചിച്ചു പോയി, ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അങ്ങനെയാണ് ഒരു അന്തിമ തീരുമാനമെടുക്കാൻ ദാറുൻ നദ്വയിൽ ഖുറൈശി നേതാക്കൾ യോഗം ചേരുന്നത്. ദാറുൻ നദ്വ എന്ന് പറഞ്ഞാൽ അവർ ഇത്തരം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ അവർ ഒരുമിച്ച് കൂടുന്ന ഒരു ഓഫീസാണ്. ഏതായാലും ആ യോഗം എല്ലാവരും, പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്, എല്ലാവരും പങ്കെടുത്തു. യോഗം തുടങ്ങുകയാണ്. ആ സമയത്താണ് ഒരു വയോധികനായ വൃദ്ധനായ ഒരാൾ കയറി വരുന്നത്. അയാൾ പരിചയപ്പെടുത്തി, ഞാൻ നജ്ദിൽ നിന്ന് വരികയാണ്, ഞാൻ നജ്ദുകാരനാണ്, യോഗത്തിന്റെ ചർച്ചാ വിഷയത്തിൽ എനിക്കും ചില അഭിപ്രായങ്ങൾ പറയാനുണ്ട് എന്ന് സ്വയം പരിചയപ്പെടുത്തി അയാൾ കയറി വരികയാണ്. സത്യത്തിൽ അത് ഇബ്ലീസായിരുന്നു അത്രേ. ഏതായാലും ആ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്യണം എന്നാണ്. ഒരഭിപ്രായം പൊങ്ങി വന്നു, മരണം വരെ തടങ്കലിൽ വെക്കാം. അപ്പൊ ആളുകൾ പറഞ്ഞു, അതിന് വലിയ ഫായിദൊന്നുമില്ല. കാരണം അങ്ങനെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അവന്റെ ആളുകൾ ക്രമേണ സംഘടിച്ച് രക്ഷപ്പെടുത്തി കൊണ്ടുപോയേക്കാം. അത് പ്രായോഗികമല്ല. ആ അഭിപ്രായം തള്ളപ്പെട്ടു. അടുത്തൊരു അഭിപ്രായം വന്നത് നാട് കടത്തുക എന്നതാണ്. ആ അഭിപ്രായം തള്ളപ്പെട്ടു. കാരണം അങ്ങനെ ചെയ്താൽ ജനങ്ങളെ വശീകരിക്കാൻ കഴിവുള്ള സാമർഥ്യമുള്ള ആളാണല്ലോ അദ്ദേഹം. അതുകൊണ്ട് നല്ല ആകർഷണീയമായ സംസാരമുള്ള ആളാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എവിടേക്കാണ് നമ്മൾ നാട് കടത്തുന്നത്, അവിടെ ഈ മതം പ്രചരിക്കുകയും അവിടെ കുറെ ആളുകളെ കൂട്ടിട്ട് നമുക്കെതിരെ തിരിയുകയും ചെയ്യും, നമ്മൾ ആക്രമിക്കാൻ വരികയും ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് ആ അഭിപ്രായം തള്ളപ്പെട്ടു. ഏതായാലും അവസാനത്തെ അഭിപ്രായം ആ സദസ്സിൽ പ്രകടിപ്പിക്കപ്പെടുകയാണ്. ആരാണത് പറഞ്ഞതെന്നറിയോ? അബൂജഹലാണത് പറഞ്ഞത്. എന്താണ് അബൂജഹൽ പറഞ്ഞത്? കൊന്നുകളയാം, മുഹമ്മദിനെ കൊന്നുകളയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്ലീസ് അവിടെ ഉണ്ടല്ലോ, മൂപ്പര അഭിപ്രായത്തെ പിന്താങ്ങി. അതന്നെയാണ് നല്ല അഭിപ്രായം. എല്ലാ ഗോത്രത്തിൽ നിന്നും കരുത്തനായ ഓരോ യുവാവിനെ തെരഞ്ഞെടുത്ത് അവരെല്ലാവരും കൂടെ ഒപ്പം മുഹമ്മദിനെ വെട്ടിക്കൊല്ലണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചെയ്ത എന്താ ഗുണം? ശല്യം തീരുമെന്ന് മാത്രമല്ല, എല്ലാ ഗോത്രക്കാരോടും ഒന്നിച്ച് പ്രതികാര നടപടിക്കൊരുങ്ങാൻ മുഹമ്മദിന്റെ കുടുംബത്തിന് കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് എല്ലാ ഗോത്രത്തിലെയും ഓരോരുത്തരെ പിടിച്ചിട്ട് എല്ലാവരും ഒന്നിച്ച് വിട്ടുകയെന്ന് പറഞ്ഞത്. കാരണം അവർ പ്രതികാരം ചെയ്യുന്ന ആളുകളാണ്. എല്ലാ ഗോത്രക്കാരോടും പ്രതികാരം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന് കഴിയില്ലല്ലോ എന്നാണ് അവർ ധരിച്ചത്. ഇനി അതല്ല, പ്രതികാരമൊന്നും ചെയ്യുന്നില്ല, ബ്ലഡ് മണി വാങ്ങി പ്രതിക്രിയ ചെയ്യാതെ അവർ തൃപ്തിപ്പെടുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ആ പൈസ സ്വരൂപിച്ച് കൊടുക്കുകയും ചെയ്യാം, ആ ബാധ്യത തീർക്കുകയും ചെയ്യാം. ഇങ്ങനെയാണ് അവർ ആലോചിച്ചത്. ഏതായാലും നല്ല അഭിപ്രായം. ഈ അഭിപ്രായം സർവസമ്മതമായി അംഗീകരിച്ചു, എല്ലാവരും അംഗീകരിച്ചു. അങ്ങനെ ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് വളയാനും നേരം പുളക്കുമ്പോൾ അവിടുന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് കൊല്ലാനുമായിരുന്നു പ്ലാനിട്ടത്. രാത്രി വീട് വളയാം, രാവിലെ പുറത്തിറങ്ങുന്ന തക്ക നോക്കിയിട്ട് പെട്ടെന്ന് കൃത്യം നടപ്പിലാക്കുക. ഈ വിവരം അള്ളാഹു അറിയിച്ചു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം. ഇനി നിങ്ങൾ ഹിജ്റ പോയിക്കോളൂ, ഹിജ്റക്കുള്ള അനുവാദമുണ്ട്. അന്ന് രാത്രിയാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ കിടക്കാറുള്ള സ്ഥലത്ത് അവിടുത്തെ പുതപ്പും ധരിച്ച് അലി റളിയല്ലാഹു അൻഹു കിടക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പാട് ചെയ്തത്. അങ്ങനെ ഏർപ്പാട് ചെയ്ത ശേഷം അവിടുന്ന് പുറത്തിറങ്ങി സൂറത്ത് യാസീനിലെ 9-ാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ജഅൽനാ മിൻ ബൈനി അയ്ദിഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്ന ആയത്ത് ഓതി ഒരു പിടി മണ്ണ് വാരിയിട്ട് അതങ്ങട്ട് എറിഞ്ഞ് വീട് വളഞ്ഞ ശത്രുക്കളുടെ ഇടയിലൂടെ അവരറിയാതെ സ്ഥലം വിട്ടു. ആ മണ്ണ് വാരി എറിഞ്ഞതോടുകൂടെ എല്ലാവരുടെ കണ്ണിലേക്കും ആ മണ്ണെത്തി. അതങ്ങനെ തിരുത്തുന്നതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഇടയിലൂടെ രക്ഷപ്പെട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലേക്ക് ചെല്ലുകയാണ്. നേരെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലേക്ക് ചെന്നു. മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്ന വാഹനത്തിൽ കയറി രണ്ടുപേരും സൗർ ഗുഹയിലേക്ക് പോയി അവിടെ ഒളിച്ചിരുന്നു. നേരം പുലർന്നപ്പോഴാണ് ശത്രുക്കൾക്ക് തങ്ങൾക്ക് പറ്റിയ അമളി മനസ്സിലായത്. അങ്ങനെ അവർ നാലുപാടും തെരഞ്ഞു ഓടിയവർ വലിയ ഇനാമുകൾ പ്രഖ്യാപിക്കപ്പെട്ടു കണ്ടെത്തുന്ന ആളുകൾക്ക്. കൂട്ടത്തിൽ അവർ ആ ഗുഹാമുഖത്തും എത്തി. പക്ഷേ ഗുഹയുടെ മുഖത്ത് 8 കാലി വല കെട്ടിയിരുന്നത് കണ്ടപ്പോ അതിലാരുമില്ലെന്ന് സമാധാനിച്ച് അവർ സ്ഥലം വിടുകയാണ് ചെയ്തത്. ഏതായാലും 3 ദിവസം 3-ാമത്തെ ദിവസം ഒരു വഴികാട്ടിയെ കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് യാത്ര തുടരുകയും ചെയ്തു. ശത്രുക്കളുടെ മനക്കോട്ട തകർന്ന് തരിപ്പണമായി. അല്ലാഹു തആല അവരുടെ ആ ഗൂഢതന്ത്രം നിഷ്ഫലമാക്കി കളയുകയും ചെയ്തു. ഇതാണ് 30-ാമത്തെ ആയത്തിൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇദ് യംകുറു ബികല്ലദീന കഫറൂ ലിയുസ്ബിതൂക വയഖ്തുലൂക വയുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. വഇദ് യംകുറു ബികല്ലദീന കഫറൂ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യനിഷേധികൾ അങ്ങേക്കെതിരെ കുതന്ത്രം പ്രയോഗിച്ച സന്ദർഭം ഓർക്കണം. മക്കറ യംകുറു എന്നൊക്കെ പറഞ്ഞാല് കുതന്ത്രങ്ങൾ പ്രയോഗിക്കുക, ഗൂഢാലോചന നടത്തുക. സത്യനിഷേധികൾ അങ്ങേക്കെതിരെ ഗൂഢാലോചന നടത്തി അല്ലെങ്കിൽ കുതന്ത്രം പ്രയോഗിച്ച സന്ദർഭം ഓർക്കണം. എന്തിന്? അങ്ങേ തടങ്കലിൽ വെക്കാൻ. എന്ന് പറഞ്ഞാൽ തടങ്കലിൽ വെക്കാൻ. അല്ലെങ്കിൽ അങ്ങനെ അങ്ങയെ കൊന്നുകളയാൻ. അല്ലെങ്കിൽ അങ്ങേ നാട് കടത്താൻ. അപ്പോ തടങ്കലിൽ വെക്കുകയോ വധിക്കുകയോ നാട് കടത്തുകയോ ചെയ്യാനായി അങ്ങേക്കെതിരെ നിഷേധികൾ കുതന്ത്രം പ്രയോഗിച്ച സന്ദർഭം ഓർക്കണം. വയംകുറൂന വയംകുറുല്ലാഹ് വയംകുറൂന അവർ കുതന്ത്രം പ്രയോഗിക്കുന്നു. പക്ഷേ വയംകുറുല്ലാഹ് അല്ലാഹു അതിന് പ്രതിക്രിയ ചെയ്യുന്നു. അവരുടെ കുതന്ത്രങ്ങൾക്ക് അല്ലാഹു പ്രതിക്രിയ ചെയ്യുന്നു. വല്ലാഹു ഖൈറുൽ മാകിരീൻ അല്ലാഹു ഇത്തരം കുതന്ത്രങ്ങൾക്ക് പ്രതിക്രിയ ചെയ്യാൻ അതീവ വിദഗ്ധനാണ്. ഇത്തരം കുതന്ത്രങ്ങൾക്ക് പ്രതിക്രിയ ചെയ്യുന്ന കാര്യത്തിൽ അല്ലാഹു തആല വിദഗ്ധനാണ്. അല്ലാഹു തആല കൃത്യമായി അതിന് പ്രതികാരം ചെയ്യും. മക്രു എന്ന അറബി ധാതുവിൽ നിന്നാണ് ഈ പദം ഉണ്ടായത്. 4 പദങ്ങൾ ഈ ആയത്തിൽ കാണാം. യംകുറു എന്ന് 2 പ്രാവശ്യമുണ്ട് അല്ലേ? യംകുറു കഫറു, പിന്നെ വയംകുറുല്ലാഹ്. അപ്പൊ യംകുറു 2 പ്രാവശ്യം ഇതേ ആയത്തിൽ. അതേപോലെ തന്നെ യംകുറൂന മാകിരീന, ഇങ്ങനെ മക്രു എന്ന ധാതുവിൽ നിന്നുള്ള പദം 4 പ്രാവശ്യം ഈ ആയത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മക്രു എന്ന പദത്തിന് ശരിക്കും അർത്ഥം എന്താ പറയുക? ചതി, വഞ്ചന, ഗൂഢതന്ത്രം, അങ്ങനെയൊക്കെ. ആദ്യത്തെ യംകുറുവും ശത്രുക്കളെ കുറിച്ച് പറഞ്ഞതാണ്. അവർ ഗൂഢാലോചന നടത്തി എന്നർത്ഥം. മക്കാ മുശ്രിക്കുകൾ രാപ്പകൽ ഭേദമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ കുതന്ത്രങ്ങൾ മെനഞ്ഞിരുന്ന ആളുകളാണ്. അതാണ് ഉദ്ദേശം. എന്നാൽ അതിനുശേഷമുള്ള യംകുറുവും ഖൈറുൽ മാകിരീൻ എന്നതും, അതായത് വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ, ഈ 2 സ്ഥലത്ത് പറഞ്ഞ യംകുറുവും മാകിരീനയും അത് അള്ളാഹുവിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അവിടെ അതിന്റെ അർത്ഥം ശരിയായ അർത്ഥത്തിലുള്ള ആ ഉദ്ദേശമല്ല. ചതി, വഞ്ചന എന്നുള്ള അർത്ഥത്തിലല്ല അത്. ചതി, കുതന്ത്രം, ഇതൊക്കെ മോശം വിശേഷണങ്ങളാണ്. ഇതൊന്നും അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാൻ പാടില്ല. ന്യൂനതയും കുറവുമാണിത്. അള്ളാഹുവിന്റെ മഹത്വത്തോട് യോജിക്കുന്ന പ്രയോഗങ്ങളല്ല. അപ്പൊ അവിടെ എന്താ ഉദ്ദേശം? വയംകുറുല്ലാഹു വല്ലാഹു ഖൈറുൽ മാകിരീൻ എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ ഗൂഢതന്ത്രങ്ങൾക്ക് പ്രതിക്രിയ ചെയ്യുകയും അവ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് അള്ളാഹു എന്നാണ്. വയംകുറുല്ലാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല അവരുടെ കുതന്ത്രങ്ങൾക്ക് പ്രതിക്രിയ ചെയ്യുന്നു, അത് പരാജയപ്പെടുത്തുന്നു. അവിശ്വാസികളുടെ മക്റ് എന്താണെന്ന് വ്യക്തമാണ്. അതിനെതിരെ അള്ളാഹു തആല നടപടി സ്വീകരിച്ചു. അവരുടെ ഗൂഢാലോചനയെ പരാജയപ്പെടുത്തിയ ആ നടപടിയാണ് അള്ളാഹുവിന്റെ മക്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം.
മറ്റുള്ളവർക്കെതിരെ ഗൂഢമായി നടത്തുന്ന സംരംഭങ്ങൾക്കാണ് മക്റ് എന്ന് സാധാരണ പറയാം. അതിനെതിരെ അള്ളാഹു തആല നടപ്പിൽ വരുത്തുന്ന രഹസ്യ നടപടിക്കാണ് മക്റുല്ലാഹ് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ തന്ത്രം അതിസമർത്ഥമായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണ് ഏറ്റവും ഉത്തമനായ തന്ത്രക്കാരൻ ഖൈറുൽ മാകിരീൻ എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത്. സാധാരണ പ്രയോഗത്തിലുള്ള മക്റ് അല്ല ഇവിടെ ഉദ്ദേശം പ്രത്യേകം മനസ്സിലാക്കണം. അള്ളാഹു ആ വിശേഷണത്തിൽ നിന്ന് ഒരുപാട് ഉന്നതനാണ്. അവരെ കുറിച്ച് മക്റ് എന്ന ധാതു പ്രയോഗിച്ചത് കൊണ്ട് അതേ പ്രയോഗം ഇവിടെയും നടത്തിയതാണ്. മുഷാക്കല എന്നാണ് ഈ ഒരു രീതിക്ക് അറബി ഭാഷയിൽ പറയുക. കാരണം ഒരേ ധാതുവിൽ നിന്ന് വാക്കുകൾ പ്രയോഗിക്കുന്ന രീതി. അവരെ കുറിച്ച് യംകുർ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആല അതേ വാക്ക് ഉപയോഗിച്ച് അവർക്കെതിരെ എടുത്ത നടപടിയെ സൂചിപ്പിച്ചതാണ്. മുഷാക്കല എന്ന വിഭാഗത്തിലാണ് ഇത് പറയുന്നത്. ഒരു പ്രത്യേകമായ ശൈലിയാണ് എന്നുകൂടെ മനസ്സിലാക്കുക. മനുഷ്യരെ അല്ലാഹു തആല പെട്ടെന്ന് ശിക്ഷിക്കാതെ പിന്തിപ്പിക്കുന്നതും ദുനിയാവ് ഇങ്ങനെ കൂടുതൽ കൂടുതൽ നൽകിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ അള്ളാഹുവിന്റെ മക്റിൽപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു എപ്പോഴും പറയാറുണ്ട്, ഒരു മനുഷ്യന് ഭൗതികമായ വിശാലതകൾ, സമ്പത്തും ജ്ഞാനത്തോടൊക്കെ ഒരുപാട് ഇങ്ങനെ കിട്ടിയിട്ട് ഇത് മക്റാണ്, ഞാൻ അള്ളാഹുവിന്റെ മക്റിന് വിധേയനാവുകയാണെന്ന് മനസ്സിലാക്കാതെ പോയാൽ അയാൾ വഞ്ചിതനായത് തന്നെ. ഇതൊക്കെ അള്ളാഹുവിന്റെ മക്റാണെന്ന് മനസ്സിലാക്കണം. അള്ളാഹു അങ്ങനെ അന്യ വിട്ടു തരാണ്. റബ്ബിന്റെ തന്ത്രമാണ്. നമ്മുടെ നീക്കം, നമ്മുടെ നിലപാട് എന്താണെന്ന് അറിയാൻ അള്ളാഹു തആല പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. ഇൻഷാ അല്ലാഹ് 31-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഖുർആനിലെ ആയത്തുകൾ മക്കാ മുശ്രിക്കീങ്ങൾക്ക് ഓതിക്കേൽപ്പിക്കുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിക്കേൽപ്പിക്കുമ്പോ അതൊക്കെ പൂർവികന്മാരായ ആളുകളുടെ കെട്ടുകഥകളാണ്, വേണമെങ്കിൽ ഞങ്ങൾക്കും അത്തരം കഥകളൊക്കെ പറയാൻ കഴിയുമെന്ന് മുശ്രിക്കീങ്ങൾ വീരവാദം മുഴക്കിയിരുന്നു. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അവരുടെ മുഴുത്ത ധിക്കാരമാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ തുത്ലാ അലൈഹിം ആയാതുനാ ഖാലൂ ഖദ് സമിഅനാ ലൗ നശാഉ ലഖുൽനാ മിസ്ല ഹാദാ ഇൻ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ. വഇദാ തുത്ലാ അലൈഹിം, നമ്മുടെ വഇദാ തുത്ലാ അലൈഹിം, അവരോട് അവരുടെ മേൽ പാരായണം ചെയ്യപ്പെട്ടാൽ, അവരുടെ അടുത്ത് പാരായണം ചെയ്യപ്പെട്ടാൽ, ആയാതുന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, ഖാലൂ, അവർ പറയും, ഖദ് സമിഅനാ, ഞങ്ങളിതൊക്കെ കേട്ടിരിക്കുന്നു, ലൗ നശാഉ, ഞങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, വേണമെങ്കിൽ, ഞങ്ങൾ വേണമെന്ന് വെച്ചാൽ, ലഖുൽനാ മിസ്ല ഹാദാ, ഇതുപോലുള്ളത് ഞങ്ങൾക്ക് പറയാൻ കഴിയും. ലഖുൽനാ മിസ്ല ഹാദാ, ഇതേപോലുള്ളത് ഞങ്ങളും പറയും. ഇതൊക്കെ ഇൻ ഹാദാ ഇല്ലാ അസാതിറുൽ അവ്വലീൻ, ഇതെല്ലാം പൂർവികരായ ആളുകൾ ഇങ്ങനെ പറഞ്ഞു പോരുന്ന കെട്ടുകഥകൾ മാത്രമാണ്, ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. കടുത്ത ധിക്കാരം. അബൂ സഊദ് റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ കടുത്ത ധിക്കാരം, മത്സര മനോഭാവമാണ്. കാരണം ഖുർആനിനോട് തുല്യമായത് ഖുർആൻ പോലുള്ളത് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒട്ടും താമസിയാതെ അവർക്ക് എന്നേ അത് ചെയ്യുമായിരുന്നു, കൊണ്ടുവരുമായിരുന്നു. 10 കൊല്ലം ഈ ഒരു വെല്ലുവിളി തുടർന്നിട്ടും അവരെന്താണ് അത് കൊണ്ടുവരാതിരുന്നത്? ഈ വെല്ലുവിളി ഏറ്റെടുക്കാത്തതിന്റെ പേരിൽ അവർ അധിക്ഷേപിക്കപ്പെട്ടിട്ടില്ലേ? പിന്നീട് അവർ യുദ്ധക്കളങ്ങളിലേക്ക് വലിച്ചെടുക്കപ്പെട്ടിട്ടില്ലേ? എന്നിട്ടും ഖുർആന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ അവർ തയ്യാറായില്ലല്ലോ. വലിയ അഹങ്കാരം, ദുരാഭിജാത്യം, ദുരഭിമാനം കൊണ്ടു നടക്കുന്ന ആളുകളാണ് അവർ. പരാജയം സമ്മതിക്കാൻ അവർക്ക് മനസ്സിലായിരുന്നു വിശിഷ്യ സാഹിത്യ രംഗത്ത്. എന്നിട്ടും അവർക്ക് ഖുർആനിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാനോ ഖുർആൻ പോലെയുള്ളത് കൊണ്ടുവരാനോ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്. വേണമെങ്കിൽ ഞങ്ങൾക്ക് മാനൊക്കെ പറയാൻ കഴിയും. വെറും വീരവാദം പറയാണ്. അതുകൊണ്ടാണ് നടക്കാതിരുന്നത്, അങ്ങനെ ഒന്നും കൊണ്ടുവരാതിരുന്നത്. 32-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഒരു ന്യായവുമില്ലാതെ തള്ളിക്കളയുകയാണ് മക്കാ മുശ്രിക്കുകൾ ചെയ്തത്. മാത്രമല്ല, ഈ ഖുർആൻ സത്യമാണെങ്കിൽ ആകാശത്ത് നിന്ന് കല്ലിന്റെ മഴ പെയ്യിച്ചോ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള ഏതെങ്കിലും ശിക്ഷകളയച്ചോ അള്ളാഹു ഞങ്ങളെ ശിക്ഷിച്ചു കൊള്ളട്ടെ എന്നവർ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. എന്തൊരു ധിക്കാരമാണ്, എന്തൊരു മൗഢ്യമാണ്. ഈ പ്രബോധനം ചെയ്യുന്നതെല്ലാം സത്യമാണെങ്കിൽ, ഈ പ്രബോധനം ചെയ്യുന്നതെല്ലാം സത്യമാണെങ്കിൽ തന്നെയും അതിലൊന്നും വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതൊന്നും ഞങ്ങൾക്ക് വേണ്ട. കല്ലിന്റെ മഴ പെയ്തോ മറ്റു വല്ല ശിക്ഷ നൽകിയോ ഞങ്ങളെ എങ്ങനെയെങ്കിലും ശിക്ഷിച്ചോ, അത് മതി ഞങ്ങൾക്ക്. എങ്ങനെ ശിക്ഷിച്ചാലും ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല, അനുസരിക്കാൻ പോകുന്നില്ല. ഇതന്നെ അവരാ പറയുന്നത് താല്പര്യം. സത്യം സ്വീകരിക്കാൻ സന്നദ്ധരാണെങ്കിൽ ഇങ്ങനെയായിരുന്നു അവർ പറയേണ്ടിയിരുന്നത്? അല്ലല്ലോ. എന്താണ് അവർ പറയേണ്ടിയിരുന്നത്? ഖുർആൻ സത്യമാണെങ്കിൽ പടച്ചവനെ ഞങ്ങളെ ഹൃദയങ്ങൾ അതിലേക്ക് നീ
അടുപ്പിച്ചു തരണമേ, ഞങ്ങൾക്ക് നീ സന്മാർഗദർശനം നൽകണമേ എന്നായിരുന്നു അവർ പ്രാർത്ഥിക്കേണ്ടിയിരുന്നത്. അത് ചെയ്യാതെ കടുത്ത ധിക്കാരമാണ് അവർ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അന്ധമായ വിരോധം എന്നല്ലാതെ മറ്റെന്ത് പറയാൻ? ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ ഖാല അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാഇ ഔ ഇഅ്തിനാ ബിഅദാബിൻ അലീം. വഇദ ഖാലൂ, അവർ പറഞ്ഞ സന്ദർഭം ഓർക്കണം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻ കാന ഹാദാ, ഈ പരിശുദ്ധ ഖുർആനാണെങ്കിൽ, ഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക, നിന്റെ ഭാഗത്തു നിന്നുള്ള സത്യമാണ് എങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാൻ തന്നല്ല. എന്താ പറയുന്നത്? ഫഅംതിർ അലൈനാ, ഞങ്ങളുടെ മേൽ നീ വർഷിച്ചോ, ഹിജാറതൻ മിനസ് സമാഇ, ആകാശത്തിൽ കല്ലുകൾ വർഷിച്ചോ, കൽമഴ പെയ്യിച്ചോ. ഞങ്ങൾക്ക് വിഷയമല്ല, നിങ്ങളെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊള്ളാം. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേദനാജനകമായ ശിക്ഷ നീ കൊണ്ടുവാ. ഈ ഖുർആൻ സത്യമാണെങ്കിൽ അല്ലാഹുവേ, നീ ആകാശം കൽമഴ വർഷിച്ചോ ഞങ്ങളുടെ മേൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശിക്ഷകളയച്ചോ. നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. എന്തൊരു ഗുരുതരമായ വാക്കാണല്ലേ. നിരീശ്വര നിർമ്മതവാദികളായ പല ആളുടെ ഭാഗത്തു നിന്നും ഇന്ന് ഈ കാലത്തും ഇത്തരം ധിക്കാരപരമായ വാക്കുകൾ കേൾക്കാറുണ്ട്. പക്ഷേ അള്ളാഹു എല്ലാത്തിനും ഓരോ കാര്യം സമയം അവധി നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നടപടിയെടുക്കാത്തതാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് കുറെ ആൾക്കാർക്ക് വരുന്നതൊക്കെ വ്യക്തിവാദികൾക്കല്ലേ ലിക്കുള്ളി അതിന് കിതാബ്, അതൊക്കെ കുറെ സമയം അവർ പിടികൂടും. മനുഷ്യർ പ്രവർത്തിക്കുന്നതിനെല്ലാം അപ്പോൾ അള്ളാഹു നടപടിയെടുക്കുകയാണെങ്കിൽ ഈ ലോകത്ത് ഒരാളും അവശേഷിക്കുമായിരുന്നില്ല എന്ന് അള്ളാഹു തആല സൂറത്ത് ഫാത്തിറിൽ 45 പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല യുആഖിറുല്ലാഹു അൻ-നാസ ബിമാ കസബൂ മാ തറക അലാ ദഹരിഹാ മിൻ ദാബ്ബ വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ. അപ്പപ്പോ പിടികൂടാൻ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ആരും ഉണ്ടാവില്ല. അവരെങ്ങനെ പിന്തിപ്പിക്കുകയാണ്. ഒരു നിശ്ചിത അവധി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് 32ാമത്തെ ആയത്ത്. ഏതായാലും ഇവരുടെ ഈ വെല്ലുവിളി സ്വീകരിച്ച് അള്ളാഹുവിനോട് നശിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, ഒരു പ്രയാസവുമില്ല നശിപ്പിക്കാൻ. പക്ഷേ 2 കാരണങ്ങളുള്ളത് കൊണ്ടാണ് അള്ളാഹു ഇപ്പോ അങ്ങനെ ചെയ്യാത്തത്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ മക്കയിൽ ഈ കാലഘട്ടത്തിൽ ഖുർആൻ അവതരിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാത്തത്. എന്താണ് ഒരു കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇടയിലുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന പ്രവർത്തനങ്ങൾ അവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് പൂർത്തിയായിട്ടില്ല. ആ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ അവരെ ശിക്ഷിക്കൂല. ഇപ്പൊ അവർക്ക് സാവകാശം കൊടുക്കുകയാണ്, നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. സമയമായാൽ അത് നടത്തി വരും. ഇതാണ് ഒരു കാരണം. മറ്റൊരു കാരണം, അവർ അള്ളാഹുവിനോട് പാപമോചനം തേടാറുണ്ട്. നമുക്ക് വിശദീകരിക്കാം. ഈ 2 കാര്യങ്ങളും നിലവിലിരിക്കെ ഒരു പൊതുശിക്ഷ അയച്ച് അവരെ ശിക്ഷിക്കുക എന്നത് അള്ളാഹുവിന്റെ നടപടി ചട്ടങ്ങൾക്ക് നിരക്കാത്തതാണ്. അതുകൊണ്ടാണ് ശിക്ഷിക്കാത്തത്. ഒരു സമുദായത്തെ മൊത്തം നശിപ്പിക്കുന്നതിന് അള്ളാഹുവിന് ചില വ്യവസ്ഥകളുണ്ട്. ആദ്യം അവർ ഉപദേശിക്കും, പിന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ചെറിയ ചില ശിക്ഷകൾ നൽകും. എന്നിട്ടും നന്നാകാതെ ധിക്കാരത്തിലും അരാജകത്വത്തിലും തുടരുകയാണെങ്കിൽ അള്ളാഹു നശിപ്പിക്കും. ഇവിടെ ഇപ്പോ പ്രബോധനം നടന്നുകൊണ്ടിരിക്കുക, ഓർമ്മപ്പെടുത്തൽ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു പൊതുശിക്ഷ അയക്കേണ്ട സമയം വന്നാലും ആ സമുദായത്തിലെ പ്രവാചകനെയും മുഅ്മിനീങ്ങളെയും മുൻകൂട്ടി രക്ഷപ്പെടുത്തും. എന്നിട്ടാണ് ശിക്ഷ ഇറക്കാറുള്ളത്. ആദ്യ സമൂഹത്തെ പോലെയുള്ള ഇത്തരം പൊതുശിക്ഷകൾക്ക് വിധേയമായ സമുദായങ്ങളുടെ ചരിത്രമൊക്കെ അങ്ങനെയാണ്. മാത്രവുമല്ല, ആ പ്രവാചകന്മാരൊക്കെ ആ ഒരു സമുദായത്തിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടിരുന്ന ആളുകളാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ലല്ലോ. ലോകാവസാനം വരെയുള്ള എല്ലാവർക്കും വേണ്ടി ലോകത്തിനാകമാനം അനുഗ്രഹമായി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രബോധന ദൗത്യങ്ങൾ പൂർണ്ണമായി നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. താനും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഒരു പൊതുശിക്ഷ നൽകി മക്കക്കാരെ നശിപ്പിക്കാൻ അല്ലാഹു തആല ഒരുങ്ങുകയില്ലാതെ അപ്രാപ്യമാണ്. അതുകൊണ്ടാണ് അങ്ങ് അവരുടെ ഇടയിലുണ്ടായിരിക്കെ അവരെ നശിപ്പിക്കുകയില്ല എന്ന് അല്ലാഹു തആല പറയുന്നത്. ആയത്ത് നോക്കാം. 33ാമത്തെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയേ, താങ്കൾ അവർക്ക് മധ്യേ ഉണ്ടായിരിക്കുമ്പോൾ അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും, അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. വഅൻത ഫീഹിം, താങ്കൾ അവർക്കിടയിൽ ഉണ്ടായിരിക്കെ.
വമാ കാന അല്ലാഹു മുഅദ്ദിബഹും, അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. വഹും യസ്തഗ്ഫിറൂൻ, അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോഴും. എന്താണ് എൻ്റെ അർത്ഥം? വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, നബിയെ അങ്ങ് അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കാൻ അവരെ ശിക്ഷിക്കുകയില്ല. അതേസമയം ഹിജ്റ പോകുന്നതോടുകൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയുടെ പുറത്തു നിന്ന്, മക്കയുടെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്ന് മദീനയിലേക്ക് പോയി കഴിഞ്ഞു അല്ലേ? ഈ മക്കയിലെ മുശ്രിക്കീങ്ങൾ ദീനിന്റെ വഴിയിലേക്ക് വന്നതുമില്ല, അവരുടെ ധിക്കാരം തുടരുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനി അവരെ ശിക്ഷിക്കാതിരിക്കാൻ ഒരു ന്യായവും ഇല്ല എന്നൊരു വ്യാഖ്യാനം കൂടെ പറയുന്നു. അതുകൊണ്ടാണ് ബദറൊക്കെ ഉണ്ടായത്. അപ്പോഴാണ് യുദ്ധത്തിന് അനുമതി കൊടുത്തത്. റസൂലുള്ളാഹി മക്കയിൽ ഉണ്ടായിരിക്കെ, അവർക്കിടയിൽ ഉണ്ടായിരിക്കെ അവരെ ശിക്ഷിക്കില്ല. അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്ന് മദീനയിലെത്തി ഈ മുസ്ലിങ്ങൾ വീണ്ടും അംഗീകരിക്കാൻ തയ്യാറല്ല. അവരെ ധിക്കാരങ്ങളും അതിക്രമങ്ങളും തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ ശിക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ബദർ. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, ശിക്ഷാ നടപടി എടുക്കാൻ പറഞ്ഞ രണ്ട് കാരണം അല്ലെ? ഒന്ന് നമ്മൾ വിശദീകരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇടയിലുണ്ട്. രണ്ടാമത്തെ കാരണം, അവർ പൊറുക്കലിനെ തേടുന്ന ആളുകളാണ്. വഹും യസ്തഗ്ഫിറൂൻ എന്ന് പറഞ്ഞതിന് 3 രൂപത്തിൽ വ്യാഖ്യാനമുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും മദീനയിലേക്ക് ഹിജ്റ പോയിട്ട് പിന്നെയും മക്കയുടെ ചില ഭാഗങ്ങളിലായി ചില മുഅ്മിനീങ്ങളായ ആളുകൾ ബാക്കിയുണ്ടായിരുന്നു. അവരുടെ ദൗർബല്യം കാരണം ഹിജ്റ പോകാൻ കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവരെ പറ്റിയാണ് പാപമോചനം തേടുന്നവർ എന്ന് പറഞ്ഞത്. കാരണം അപ്പൊ അവര് മുസ്ലിമീങ്ങൾ കുറെ ആളുകൾ മദീനയിലേക്ക് പോന്നു കഴിഞ്ഞിട്ട് മക്കയിൽ തന്നെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു, മുസ്ലിങ്ങളായ ആളുകൾ തന്നെ. അവർ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലാഹുവിനെ പൊറുക്കലിനെ തേടുന്ന ആളുകളാണ് അവർ, അവർ മുസ്ലിങ്ങളാണ്. അപ്പൊ അവരുണ്ടായിരിക്കെ അവരെ നശിപ്പിക്കാൻ തുടങ്ങിയില്ല എന്ന്. പിന്നെ മുസ്ലിങ്ങളുടെ ഇടയിൽ കഴിഞ്ഞുകൂടുന്ന ഈ മുഅ്മിനീങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന സ്ഥിതിക്ക് മുസ്ലിക്കിനോട് അല്ലാഹു പൊതുശിക്ഷ ഇറക്കുകയില്ല എന്ന ഉദ്ദേശം. രണ്ടാമത്തെ വ്യാഖ്യാനം, മുസ്ലിക്കീങ്ങൾ തന്നെയും ചില അവസരങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതാണ് അത്ര ഇവിടുത്തെ ഉദ്ദേശം. അതാണ് ഒരു അഭിപ്രായം. കാരണം മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷേ അള്ളാഹിന്റെ കൂടെ വേറെ കുറെ ഇലാഹുകളെയും അവർ ആരാധിച്ചിരുന്നു, പങ്കാളികളെ ചേർത്തിരുന്നു. ബദർ യുദ്ധത്തിന് പുറപ്പെട്ട സമയത്ത് അബൂജഹൽ അള്ളാഹുവിനോട് ദുആ ചെയ്ത സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? മൂന്നാമതൊരു വ്യാഖ്യാനം, അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ ശിക്ഷിക്കുകയില്ല. അതേസമയം അവർ പാപമോചനം തേടാതിരിക്കുന്ന സമയത്ത് അവരെ ശിക്ഷിച്ചുകൂടാ എന്നില്ല. അടുത്ത ആയത്തിലുള്ളതുപോലെ ശിക്ഷയ്ക്ക് അർഹരാണ് അവരെങ്കിലും അള്ളാഹു പെട്ടെന്ന് ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നേയുള്ളൂ. എപ്പോഴാണ് ഇസ്തിഗ്ഫാർ നിർത്തുന്നത് അപ്പോൾ ശിക്ഷിക്കുകയും ചെയ്യും. വേറെയും ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഈ കാര്യത്തിൽ അറിയപ്പെട്ടിട്ടുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ, നിഷേധികൾ ദൈവശിക്ഷ ചോദിക്കുന്നു, ശരി. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം മാനിച്ചുകൊണ്ട് അള്ളാഹു അവരുടെ മേൽ പൊതുശിക്ഷ ഉന്മൂലനം ചെയ്ത ശിക്ഷ അയക്കുന്നില്ല. ജനങ്ങൾ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോഴും ശിക്ഷ വന്നെത്തുന്നതല്ല. ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം ഒരുപാട് ആളുകൾ മുസ്ലിമായിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പലരുടെയും മക്കളുടെ മക്കളോ ഒക്കെ ഈ ദീനിന്റെ പ്രചാരകരും സഹായികളുമായി മാറിയിട്ടുണ്ട്. അതായത് പിന്നീട് നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അവസരം കൊടുത്തത്, ഒഴിവ് കൊടുത്തത്. പ്രബോധനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരും, ദീനിലേക്ക് വരും. അപ്പൊ ആദ്യമേ അവർ മുച്ചൂടും പൊതുശിക്ഷ പിന്നെ നൽകി ശിക്ഷിച്ചാൽ ഈ ഹിദായത്ത് പിന്നെ അവർക്ക് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് സമയം കൊടുത്തതാണ് എന്ന് ചുരുക്കം. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് പഠിക്കാനുള്ളത്. പ്രിയം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അശ്വരിക്കും ഖുർആനെ തട്ടിവിട്ടും പുറത്തുമാപ്പാക്കണം. അല്ലാഹ് ദീനും ഇൽമും ഖുർആനും ഇഖ്ലാസോടുകൂടി മാതാപിതാക്കൾ ദുആൻ വസിയത്ത് ഒരുപാട് അല്ലാഹ് اللهم اجعل جمعنا هذا جمعا مرحوما ولا كارثة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة عذاب النار ربنا تقبل منا إنك أنت السميع العليم الرحيم آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.